ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കണത് ഒരു മേളകർത്ത രാഗമാണ്. രാഗം ധേനുക. രണ്ടാം ചക്ര നേത്രത്തിലെ മൂന്നാമത്തെ രാഗമാണ് ധേനുക രാഗം. ഈ രാഗത്തിന് മുത്തുസ്വാമി ദീക്ഷിതർ സ്കൂളിൽ ഭിന്നഷഡ്ജം അല്ലെങ്കിൽ ധ്വനി ഭിന്നഷഡ്ജം എന്നാണ് പറയണത്. ഈ രാഗത്തിൽ അധികം കൃതികളോ സിനിമാ പാട്ടുകളോ ഒന്നും കേട്ടിട്ടില്ല. മലയാള സിനിമാ പാട്ടുകളൊക്കെ വളരെ ചുരുക്കം സിനിമാ പാട്ടുകളെ ഉള്ളൂ. കൃതികളും അങ്ങനെ തന്നെയാണ്. ഈ രാഗത്തിൻ്റെ ആരോഹണാവരോഹണങ്ങൾ നോക്കാം. മേളകർത്ത രാഗം ആയതുകൊണ്ട് തന്നെ ഇതൊരു സമ്പൂർണ്ണ രാഗമാണ്. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ ആണ് ഈ രാഗത്തിൻ്റെ ആരോഹണാവരോഹണങ്ങൾ വരുന്നത്. ഈ രാഗത്തിൻ്റെ പ്രതിമധ്യമരാഗമായിട്ട് വരുന്നത് 45ാമത്തെ മേളകർത്ത രാഗമായ ശുഭ പന്തുവരാളി രാഗമാണ്. രാഗത്തിൻ്റെ ആരോഹണാവരോഹണങ്ങൾ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഷഡ്ജം, ശുദ്ധ ഋഷഭം, സാധാരണ കാന്താരം, ശുദ്ധ മധ്യമം, ശുദ്ധ ദൈവതം, കാകളി നിഷാദം. ഇതാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത്. ഈ രാഗത്തിലുള്ള 1-2 കൃതികൾ നോക്കാം. ആദ്യം തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ത്യാഗരാജസ്വാമികളുടെ ഒരു കൃതിയാണ് തെളിയല്ലേരുരമ ഭക്തി മാർഗമൂനു. തെളിയല്ലേരുരമ ഭക്തി മാർഗമൂനു. തെളിയല്ലേരുരമ ഭക്തി മാർഗമൂനു. തെളിയല്ലേരുരമ ഭക്തി മാർഗമൂനു. ഇല്ല നട്ട തിരുകൂച്ചുന്നു. ഇല്ല നട്ട തിരുകൂച്ചുന്നു. ഇല്ല നട്ട തിരുകൂച്ചുന്നു. ഗാലുവരനെ ഗനി തെളിയല്ലേരുരമ ഭക്തി മാർഗമൂനു. തെളിയല്ലേരുരമ ഭക്തി മാർഗമൂനു. തെളിയല്ലേരുരമ ഭക്തി മാർഗമൂനു. ഈ ഒരു കൃതി ബാലമുരളികൃഷ്ണ സാറിൻ്റെ ഒരു കൃതിയുണ്ട്, രാവയ്യ രാമ എന്നൊരു കൃതി. ഇനി ഒരു സിനിമാ പാട്ട് നോക്കാം നമുക്ക്. ധേനുക രാഗത്തിൽ മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ ഒരു പാട്ട്. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം. ഈ ഒരു പാട്ട് മാത്രമേ ധേനുക രാഗത്തിൽ മലയാളം സിനിമാ പാട്ടുകളിൽ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ധേനുക രാഗത്തിലുള്ള കുറച്ച് കൃതികളും സിനിമാ പാട്ടുകളും ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.